എന്താണ് മെമ്മറി? മെമ്മറി ഈസ് എ പ്ലേസ് വെയർ വി ക്യാൻ സ്റ്റോർ ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റിസൾട്ട്. മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. എന്തൊക്കെ സ്റ്റോർ ചെയ്യാനാണ്, എന്തൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റിസൾട്ട്. ഓക്കെ, യെസ്, ഡാറ്റയും ഇൻസ്ട്രക്ഷനെയും അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് റിസൾട്ടുകളെയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെമ്മറി യൂസ് ചെയ്യുന്നത്. അത് ടെമ്പററി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ പെർമനന്റ് ആയിട്ടുള്ള മെമ്മറി ഉണ്ട്. മെമ്മറി ഏതൊക്കെ തരത്തിലുണ്ട്? ടെമ്പററി ആയിട്ടുള്ള മെമ്മറി ഉണ്ട്, പെർമനന്റ് ആയിട്ടുള്ള മെമ്മറി ഉണ്ട് അല്ലെ. മെമ്മറി ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട് അല്ലേ. യെസ്, ഓക്കെ. അപ്പൊ മെമ്മറിയെ നമ്മൾ പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. ഇനി ഇതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ, ബിഫോർ ലേണിംഗ് മോർ അബൌട്ട് മെമ്മറി, ലെറ്റ് us ഡിസ്കസ് ദ ഡിഫറെന്റ് മെമ്മറി മെഷറിംഗ് യൂണിറ്റ്. നമ്മൾ മെമ്മറിയിലേക്ക്, പ്രൈമറി മെമ്മറിയിൽ എന്തൊക്കെയുണ്ട്? ക്യാഷ് മെമ്മറി ഉണ്ട്, റാം ഉണ്ട്, റോം ഉണ്ട്. സെക്കൻഡറി മെമ്മറിയിൽ എന്തൊക്കെയുണ്ട്? മാഗ്നറ്റിക് മെമ്മറി ഉണ്ട്, ഒപ്റ്റിക്കൽ മെമ്മറി ഉണ്ട്, അതിൽ ഹാർഡ് ഡിസ്ക് ഉണ്ട്, SSD ഉണ്ട്, ഒപ്റ്റിക്കലിലാണെങ്കിൽ CD, DVD, ബ്ലൂറേ ഡിസ്ക്, ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ മെമ്മറിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് അതിന്റെ ബിൽഡിംഗ് ബ്ലോക്സ്, മെമ്മറിയുടെ യൂണിറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഇവിടെ ഈ പേജിൽ പഠിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. ഡാറ്റ, ഇൻസ്ട്രക്ഷൻ, റിസൾട്ട്, ഇതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പററി ആയിട്ടും മെമ്മറി ഉണ്ട്, പെർമനന്റ് ആയിട്ടും മെമ്മറി ഉണ്ട്. ഡാറ്റ, ഇൻസ്ട്രക്ഷൻ, റിസൾട്ട് ഇതിനെ താൽക്കാലികമായി സ്റ്റോർ ചെയ്യാം, പെർമനന്റ് ആയിട്ടും സ്റ്റോർ ചെയ്യാം. മെമ്മറിയുടെ ഉപയോഗത്തിനനുസരിച്ച് അതിനെ പ്രൈമറി എന്നും സെക്കൻഡറി എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ എന്തെങ്കിലും പറയൂ? ഇല്ലല്ലോ. മെമ്മറി രണ്ടെണ്ണം ഉണ്ട്, പ്രൈമറിയും സെക്കൻഡറിയും. ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ്, റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെമ്മറി. അത് ടെമ്പററി ഉണ്ട്, പെർമനന്റും ഉണ്ട്. ഇത്രയല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നാ പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, എന്താണ് കാര്യം? മെമ്മറി, കമ്പ്യൂട്ടർ മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ്, സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയപ്പെടുന്നത് ഏതാ? ബിറ്റ്. എന്താണ്? ബിറ്റ്. മെമ്മറിയുടെ, അത് ഒരു സിനിമ ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, PDF ആയിക്കോട്ടെ, ടെക്സ്റ്റ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിന്റെയൊക്കെ ഏറ്റവും ചെറിയ യൂണിറ്റ്, ആ മെമ്മറി അത് ഫിസിക്കലി സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റ് ആണ്. എന്താണ് ബിറ്റ്? 0, 1. 0, 1 എന്നുള്ളതാണ് ബിറ്റ്. 0 എന്ന് പറയുന്നത് 2 ബിറ്റ് ഇല്ല കേട്ടോ, ഒറ്റ ബിറ്റേ ഉള്ളൂ, 1 ബിറ്റ്. ഓക്കെ, എയ്തർ 0 or 1. മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? ബിറ്റ്. ഈ ബിറ്റുകളുടെ കോമ്പിനേഷൻ ആണ് ഇനി വലിയ വലിയ യൂണിറ്റുകളായിട്ട് മാറുന്നത് കേട്ടോ. അപ്പൊ മെമ്മറിയുടെ ഇപ്പൊ എന്ത് വലിയ സൈസ് ആയിക്കോട്ടെ, GB-യോ TB-യോ PB-യോ എന്തോ ആയിക്കോട്ടെ, വലിയ സൈസ് ഉള്ള ഒരു ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ അത് ചെറിയ 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 കഷ്ണങ്ങളാക്കിയിട്ട് ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിറ്റ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ബിറ്റ്. യെസ്, അത് 0യും 1. ഇനി ശ്രദ്ധിക്കുക, ഇത്തരത്തിൽ 4 ബിറ്റുകൾ കൂടി ചേരുന്നതിനെ വിളിക്കുന്ന പേരാണ് നിബിൾ. ഒരു 5 തവണയെങ്കിലും PSC ഇത് ചോദിച്ചിട്ടുണ്ടാവും. അതായത് 1010 എന്ന് ഞാൻ എഴുതി, ഏറ്റവും ചെറിയ യൂണിറ്റ് ബിറ്റ് ആണ്, അത് വെച്ചുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ 1010, അതെന്തായി? ഒരു നിബിളായി. 4 ബിറ്റ്സിന്റെ കോമ്പിനേഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നിബിൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ 1100 ഒരു നിബിൾ അല്ലേ? 1010 ഒരു നിബിൾ അല്ലേ? 1011 ഒരു നിബിൾ അല്ലേ? ഇനി 11001 ഇതൊരു നിബിൾ ആണോ? പറ, ആണോ? അല്ല, 4 ബിറ്റിന്റെ കോമ്പിനേഷൻ ആണ് നിബിൾ. ഓക്കെ, അപ്പൊ 4 ബിറ്റ് അതിൽ വരാൻ പാടുള്ളൂ. ഇത് 5 ബിറ്റ് ഉണ്ട്, അപ്പൊ അത് നിബിൾ അല്ല കേട്ടോ. അപ്പൊ ഏറ്റവും ചെറിയ യൂണിറ്റ് ബിറ്റ് 4 ബിറ്റുകൾ കൂടി ചേർന്നാൽ അതെന്തായി? നിബിളായി മാറി. ഇനി കുറച്ചും കൂടെ വലിയ യൂണിറ്റ് 8 ബിറ്റിന്റെ കോമ്പിനേഷൻ, അതിനെയാണ് ബൈറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് 1100 1101 ഇതെന്തായി? 8 ബിറ്റ് ആയില്ലേ? ഇതൊരു ബൈറ്റ് ആണ്. അപ്പൊ മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാ? ബിറ്റ്. ഈ ബിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? യെസ്, ബിറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? യെസ്, ട്രൂ എന്നുള്ളതാണ്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഫാൾസ് അഥവാ നോ എന്നുള്ളതാണ് കേട്ടോ. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ട്രൂ എന്നുള്ള മീനിങ് ആണ്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾസ് അതല്ലെങ്കിൽ നോ എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, യെസ്. പിന്നെ അപ്പൊ ഇതിന്റെ മീനിങ് എന്താ?
ട്രൂ ഫാൾസ് ആണ്, അങ്ങനെ വായിക്കാം. പക്ഷെ ഇതിന് ടോട്ടലി ഇത് ഒരു നിബിളായി നിൽക്കുന്ന സമയത്ത് ഇതിന് മറ്റൊരു മീനിങ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അതിനെ കീറി മുറിച്ച് ചെറിയ ചെറിയ പാർട്ടുകളാക്കി മാറ്റി ഏറ്റവും ചെറിയ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് ബിറ്റ്. ബിറ്റിന്റെ മീനിങ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറോ ആണെങ്കിൽ എന്താണ് ഫാൾസ്, എല്ലാവർക്കും അറിയാം. 1 ആണെങ്കിൽ എന്താണ് ട്രൂ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയ ബിറ്റിന്റെ 4 എണ്ണം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നിബിളായി, 8 എണ്ണം ചേർത്ത് കഴിഞ്ഞാൽ എന്തായി ബൈറ്റ് ആയി. ഓക്കെ, അപ്പോ 10 10 10 10 ഇതൊരു ബൈറ്റ് അല്ലേ? 8 ബിറ്റ് അല്ലേ? അതൊരു ബൈറ്റ് അല്ലേ? യെസ് അല്ലേ? അപ്പോ 1001 ഇതെന്താണ്? ഇത് എന്തിനു ഉദാഹരണമാണ്? ബിറ്റ് ആണോ, ബൈറ്റ് ആണോ, നിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിബിൾ ആണ് എന്ന് പറയാം. ഓക്കെ, യെസ്. അപ്പൊ ആ കാര്യങ്ങൾ നിബിൾ, ബൈറ്റ്, ബിറ്റ് ഇത് ക്ലിയർ ആണ് അല്ലേ? യെസ്. ഇനി ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇതിന്റെ അപ്പുറത്തേക്കും ഇതിന്റെ മുകളിലേക്കൊക്കെ പോകേണ്ടത്. പോവാം എന്നാ പോരെ? പോട്ടെ. യെസ്. അപ്പൊ 8 ബിറ്റ് കഴിഞ്ഞു കേട്ടോ. 8 ബിറ്റ് ആണ് ഒരു ബൈറ്റ്. ഇനി ശ്രദ്ധിച്ചേ നിങ്ങളെ, 8 ബിറ്റുകൾ കൂടി ചേരുമ്പോൾ ഒരു ബൈറ്റ് ആയി മാറിയേ. യെസ്, ഇത്തരത്തിൽ 1024 10⁻24 ബൈറ്റ്സ് കൂടി ചേരുമ്പോഴാണ് ഒരു കിലോ ബൈറ്റ് ആയി മാറുന്നത്, ഒരു KB ആയി മാറുന്നത്. കിട്ടിയോ? ഏറ്റവും ചെറിയ യൂണിറ്റ് ബിറ്റ്, 4 ബിറ്റിന്റെ കോമ്പിനേഷൻ നിബിള്, 8 ബിറ്റിന്റെ കോമ്പിനേഷൻ ബൈറ്റ്, 8 ബിറ്റിന്റെ കോമ്പിനേഷൻ ബൈറ്റ് കേട്ടോ. ഇനി മുകളിലുള്ളത് വേണ്ട, ബിറ്റും ബൈറ്റും നിബിളും ഒക്കെ ഇനി മറന്നേക്കുക. 8 ബിറ്റ് എന്ന് പറയുന്നത് ഒരു ബൈറ്റ് എന്ന് കിട്ടി. ആ ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് എന്ത്? 1024ന്റെ കോമ്പിനേഷൻസ് ആണ് ഇനി വരുന്നത്. 1024 ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു KB ആയി. ഇനി അടുത്തതോ 1024 KB എന്താ മക്കളെ? 1024 KB. യെസ്, 1024 ബൈറ്റ് ഒരു KB കിട്ടി, കിലോ ബൈറ്റ് കിട്ടി. ഇനി 1024 KB എന്താണ്? അതൊരു MB ആയി മാറും. 1024 MBയോ? യെസ്, അതൊരു GB ആയി മാറും. അങ്ങനെ 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 നമുക്ക് പഠിച്ചു പോകാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഞാൻ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, നിങ്ങള് 1024 ബൈറ്റ് ആണെന്തേ? യെസ്, ഒരു കിലോ ബൈറ്റ് എന്ന് പറയുന്നത്. ഇനി 1024 KB ആണെന്തേ? യെസ്, ഒരു MB അല്ലെങ്കിൽ ഒരു MB 1024 KB ആണ്. ഓക്കെ, ഇനി 1024 MB ആണെന്തേ? ഒരു GB. 1024 GB ആണെന്തേ? ഒരു TB. ഓക്കെ, കിട്ടൂലേ? അപ്പോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ബൈറ്റ് 1024 ബൈറ്റ് എന്തായി? ഒരു MB ആയി, ഒരു MB ആയി. ഓക്കെ, ഇനി 1024 MB ആണെന്തേ? ഒരു GB. ഇനി 1024 GB ആണെന്തേ? ഒരു TB. 1024 TB ആണെന്തേ? യെസ്, ഒരു EB, എക്സാബൈറ്റ്. സോറി, TB കഴിഞ്ഞ് പെറ്റാബൈറ്റ് കഴിഞ്ഞ് പിന്നെ എക്സാബൈറ്റ് കേട്ടോ. യെസ്, ഇത് PB. ഓക്കെ, ഇതിങ്ങനെ നമുക്കൊരു കോഡ് വെച്ച് പഠിച്ചാലോ? KMGT പെസി എന്ന് പഠിച്ചു കഴിഞ്ഞാലേ ഈ സംഭവം ഓർഡറിൽ അങ്ങ് കിട്ടിക്കോളും. എന്താണ്? കിലോ, മെഗാ, ജിഗ, ടെറ, KMGT. പിന്നെയോ പെസി. ഓക്കെ, പെറ്റ, എക്സ, സെറ്റ ആൻഡ് യോട്ട. ഓക്കെ, യെസ്, ഇതങ്ങ് പഠിച്ചു കഴിഞ്ഞാലേ കിലോ, മെഗാ, ജിഗ, ടെറ, പെറ്റ, എക്സ, സെറ്റ, യോട്ട എന്നുള്ളത് കിട്ടും. KMGT പെസി എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്നിലും ഒരു മാറ്റവും ഇല്ല. 1024 ബൈറ്റ് എന്ന് തുടങ്ങി അത് KB ആവുന്നു, 1024 KB MB ആവുന്നു, 1024 MB GB ആവുന്നു, 1024 GB TB ആവുന്നു, 1024 TB PB ആവുന്നു, 1024 PB യെസ് അത് EB ആകുന്നു. അങ്ങനെ 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 നമുക്ക് പഠിച്ച് പോകാം. ഓക്കെ, യെസ്, എക്സ് ആണ്, EB ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ H എങ്ങനെയാ വന്നപ്പോ? EB ആണ് കേട്ടോ, എക്സാബൈറ്റ് ആണ്. ഓക്കെ, യെസ്. അപ്പോ ഈ KMGT പെസി എന്ന് പറയുന്ന പോയിന്റ് പഠിച്ചു വെക്കാം. 16 ബിറ്റ്സ് ഉണ്ടോ? 16 ബിറ്റ്സ് എന്താണ്? യെസ്, എന്നാ പിന്നെ ദീപ തന്നെ ഇതിന് ഉത്തരം പറഞ്ഞോളൂ, അല്ലെങ്കിൽ എല്ലാവരും ഉത്തരം പറഞ്ഞോളൂ. ചോദ്യം ഇതാണ്, 16 ബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആരും ആൻസർ പറയണ്ട കേട്ടോ. ഓപ്ഷൻ എ, ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓപ്ഷൻ എ യെസ് 1 ബൈറ്റ്, ഓപ്ഷൻ ബി 2 ബൈറ്റ്, ഓപ്ഷൻ സി
2 nibble, ഓപ്ഷൻ സി നൺ ഓഫ് ദീസ്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു വിചാരിക്കുക. ഇത് നമ്മൾ പഠിച്ചതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഇത്. 16 ബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്താ ആൻസർ? 16 ബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആൻസർ? യെസ്, സിമ്പിൾ ആയിട്ട് കിട്ടൂലേ 16 ബിറ്റ്സ്. അപ്പൊ മാത്സും കൂടെ നമ്മൾ ലോജിക്കലി ചിന്തിക്കണം. 8 ബിറ്റ് ആണ് എന്ത്? 8 ബിറ്റ് ആണ് ഒരു ബൈറ്റ് അല്ലെ? 8 ബിറ്റ് ആണ് ഒരു ബൈറ്റ്. അപ്പോ ഒരു 8 ബിറ്റും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? ഒരു ബൈറ്റും കൂടിയായി. അപ്പൊ എന്തായി? 8 8 16. ഇവിടെ 2 ബൈറ്റ് എന്ന ആൻസറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും കേട്ടോ. യെസ്, 4 ബിറ്റിന് നിബിൾ എന്ന് പറയുന്നു, 8 ബിറ്റിന് ബൈറ്റ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു ടേമേ ഏതിനില്ല? 16 ബിറ്റിനില്ല. 16 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനുള്ളിൽ 2 ബൈറ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതതിന്റെ ആപ്ലിക്കേഷൻ ആണ്. ക്ലിയർ? ഇനി 16 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ? 16 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നിബിൾ ആണ്? യെസ്, 16. അതായത് ഒരു നിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 4 ബിറ്റ് അല്ലേ? അല്ലെ? യെസ്, ഒരു നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബിറ്റ് അല്ലേ? അപ്പൊ 16 ബിറ്റിനുള്ളിൽ എത്ര നിബിൾ ഉണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 16 തേങ്ങയുടെ ഉള്ളിൽ എത്ര 4 തേങ്ങ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? യെസ്, 4 ഭാഗങ്ങളല്ലേ? അപ്പൊ 16 ബിറ്റിനുള്ളിലെ എത്ര നിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 നിബിൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. കിട്ടുന്നുണ്ടോ? ഇതിന്റെ ലോജിക്കലി തിങ്ക് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. യെസ്, അതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം കേട്ടോ. പ്രാക്ടീസ് ചെയ്യണം നമ്മള്. അപ്പോ ബേസിക്കലി ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏറ്റവും ചെറിയ യൂണിറ്റ് ബിറ്റ്, 0 or 1. 4 ബിറ്റിന്റെ കോമ്പിനേഷൻ നിബിൾ, 8 ബിറ്റിന്റെ കോമ്പിനേഷൻ ബൈറ്റ്. പിന്നെ 1024ന്റെ കളിയാണ്. 1024 ബൈറ്റ് ഒരു KB, 1024 KB ഒരു MB, 1024 MB ഒരു GB, 1024 GB ഒരു TB, KMGT പെസി അതങ്ങനെ പോകും. സെറ്റ്? ഇത്രയും ഭാഗം ഓക്കെ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഈ 1024 എങ്ങനെ വന്നു ഹേ എന്നാണ് ചിലരെങ്കിലും ചിന്തിക്കുന്നത്. 1000 എടുത്താൽ പോരായിരുന്നു, എന്നാ കുറച്ചും കൂടി എളുപ്പമല്ലായിരുന്നു അല്ലെ? കാരണം ഇത് ബൈനറി ആണ്. ബൈനറി അതായത് ഇതിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള 2 നമ്പേഴ്സ് 0യും 1ഉം ആണല്ലോ. അപ്പൊ ബൈനറിയുടെ ബേസിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയേ നിങ്ങള്. യെസ്, അതായത് 1000 2^10 എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാന യൂണിറ്റ്. 2^10 2^10 ആണ് ഈ 1024 എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ് അതിന്റെ ബേസിക് യൂണിറ്റ് 2^10. ഓക്കെ? യെസ്, അപ്പൊ 1024നെ നമുക്ക് 2^10 എന്ന് എഴുതാം. 1024 ബൈറ്റ് ആണ് എന്ത്? ഒരു KB. 1024 ബൈറ്റ് ആണ് ഒരു KB. ക്ലിയർ ആണോ? 1024 അതായത് 2. ഇതൊക്കെ നിങ്ങൾക്ക് മാത്സിൽ അറിയാം. 2^2 എത്രയാ? 4 ആണ്. 2^3 എത്രയാ? 9 ആണ്. 2^4 എത്രയാ? 16 ആണ്. 2^5 എത്രയാ? 32 ആണ്. 2^6 64 ആവും. 2^7 128 ആവും. 2^8 256 ആവും. 2^9 512 ആവും. 2^10 ആണ് എന്ത്? 1024 എന്ന് പറയുന്നത്. അപ്പൊ 1024 എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? 2^10 എന്ന് എഴുതാം. എഴുതിക്കൂടെ? യെസ്, അതിന്റെ കൂടെ എന്തും കൂടെ വരുന്നതാണ് 1024 KB. അത് ഇതിനെ 1024 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എന്ത്? ഒരു MB അല്ലെ? യെസ്, ഒരു MB. ഇനി ഇതിനെ 1024 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എന്ത്? യെസ്, ഒരു GB. അപ്പോ നമുക്ക് മാത്സ് അറിയുന്നവർക്ക് അറിയാം. A⁻m × A⁻n is equal to A⁻m+n ആണ് അല്ലെ? A⁻m × A⁻n is equal to A⁻m+n ആണ്. അതായത് യെസ്, 2^10 ബൈറ്റ് എന്ന് പറയുന്നത് 1 കിലോബൈറ്റ്. ശ്രദ്ധിച്ചിരിക്കണേ. ഇത്തിരി മാത്സ് ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ട്. ഇനി ഇത് മാത്സ് ഒട്ടും അറിയാത്ത ആളുകളാണെങ്കിൽ നമുക്ക് അതിനൊരു കോഡ് വെച്ചിട്ടും പഠിക്കാം. ഒന്നുമില്ല. 2^10 20 30 40 50 60 എന്ന് പറഞ്ഞ് പഠിച്ചാലും മതി. KMGT പെസി ആ ഓർഡറിലാണ് കേട്ടോ. ഒന്നും അറിയാത്തവർ അങ്ങനെ നോക്കാം. ഇത് എങ്ങനെ വരുന്നതെന്നുള്ളത് കൂടെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. യെസ്, എങ്ങനെയാ വരുന്നത് എന്നുള്ളത് കൂടെ പറഞ്ഞുതരാം. 2^10 ബൈറ്റ് ആണ് എന്ത്? ഒരു KB എന്ന് പറയുന്നത്.
പിന്നെ അതിനോടൊപ്പം 1024 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് എന്ത് കിട്ടേണ്ടത്? യെസ്, ഓക്കെ. ഒരു KB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2⁻10 ആണ് ബൈറ്റ്. പിന്നെ 1024 വീണ്ടും എനിക്ക് 2⁻10 എന്ന് എഴുതാം. എഴുതിക്കൂടെ? അപ്പോ 2⁻20 ബൈറ്റ്സ് ആണ് എന്ത്? 2⁻20 ബൈറ്റ്സ് ആണ് രണ്ടാമത്തത്, അതായത് ഒരു MB എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ? ഒന്നുകൂടി പറയാം. യെസ്, ഇവിടെ നോക്കിയേ നിങ്ങളെ, 2⁻10 ബൈറ്റ്സ് എന്താ? 2⁻10 ബൈറ്റ്സ് ഇസ് ഈക്വൽ ടു 1024 ബൈറ്റ്സ്. അതാണ് എന്ത്? ഒരു KB. ഒരു KB ഇതറിയാലോ. 2⁻10 പകരമായിട്ട് 1024 എഴുതാം, അല്ലെങ്കിൽ 1024 പകരമായിട്ട് 2⁻10 എഴുതാം. അതാണ് ഒരു KB, അല്ലെ? ഇനി ആ KBനെ ഒരു 1024 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ അടുത്ത MB കിട്ടുന്നത്, അല്ലെ? അപ്പൊ ഈ KB എന്ന് പറഞ്ഞാൽ തന്നെ 2⁻10 ബൈറ്റ്സ് ആണ്. പിന്നെ അതിന്റെ കൂടെ ഒരു 1024 കൂടെ, അതായത് 2⁻10 ബൈറ്റ്സും കൂടെ. അപ്പൊ ഈ നമ്മുടെ ഇക്വേഷൻ പ്രകാരം A⁻m × A⁻n എന്ന് പറയുന്നത് A⁻n+n എന്ന് വരും, അല്ലെ? അതായത് 2⁻20 എന്ന് വരും. അടുത്ത സ്റ്റെപ്പിലെ 2⁻20 എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് എന്ത്? KB കഴിഞ്ഞ് അടുത്തത് ഒരു MB ആയി മാറുന്നത്, കേട്ടോ. ഇനി ഇങ്ങനെയൊന്നും ഓർക്കാനൊന്നും ഇഷ്ടമില്ലാത്ത ആളുകൾക്ക്, മാത്സ് ഒട്ടും പോകാത്ത ആളുകൾക്ക്, എക്സ്പോണൻഷ്യൽ ഒന്നും ഒട്ടും അറിയാത്ത ആളുകളെ ഇത്ര മാത്രം ആലോചിക്കുക. ഇത് എന്തിനാണ് ഇതും കൂടെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, കേട്ടോ. 2⁻10 ആണെങ്കിൽ KB, 2⁻30 ആണെങ്കിൽ MB, 2⁻30 ആണെങ്കിൽ GB, 40 ആണെങ്കിൽ DB, 2⁻50 ആണെങ്കിൽ PB. യെസ്, അതായത് 2⁻10, 20, 30, 40, 50, 60, 70, 80 KMGT PESI ആ ഓർഡറിൽ അങ്ങ് പഠിച്ചാലും മതി. അത് 2⁻10 മൾട്ടിപ്പിൾ ആണെന്നുള്ളത് ഈക്വേഷൻ പ്രകാരം മനസ്സിലാക്കി വെക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. യെസ്, 2⁻40 ബൈറ്റ്സ് ഈസ് ഈക്വൽ ടു ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കണം. 2⁻40 ബൈറ്റ്സ് ഈസ് ഈക്വൽ ടു ഡാഷ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇതൊന്നും അറിയാത്ത ആളുകൾ ഇത്ര മാത്രം കോഡിലൂടെ ചിന്തിച്ചാൽ മതി. 40 നാലാമത്തത്, അല്ലെ? KMGT നാലാമത്തത്. ഓക്കെ, നാലാമത്തത് ടെറ, ഒരു TB എന്ന് എഴുതി വെച്ചാൽ മതി. മനസ്സിലായോ? കാര്യം കിട്ടിയോ? യെസ്, കാര്യം കിട്ടിയോ? ഈ പേജ് വെച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. യെസ്, ഈ പേജ് നോക്കിക്കോട്ടോ. അതായത് ഞാൻ ഇവിടെ എഴുതുകയാണ് 2⁻50 ബൈറ്റ്സ് ഇസ് ഈക്വൽ ടു ഡാഷ്. ഓക്കെ, ഓപ്ഷൻ A 1 KB, ഓപ്ഷൻ B 1 GB. നേരത്തെ ഓർമ്മ മനസ്സിൽ ആ ചിത്രം വെച്ചിട്ട് പറയരുത്, നിങ്ങൾ ആൻസർ അറിയുമെങ്കിൽ പറയാം, കേട്ടോ. PB. യെസ്, ഇനി ഒരു TB. ഓക്കെ, യെസ്. എങ്ങനെ ചെയ്യും? 2⁻50 ബൈറ്റ്സ് ഇസ് ഈക്വൽ ടു ഡാഷ്. പറ, അഞ്ചാമത്തെ അല്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി. KMGTPEZY 1 2 3 4, അഞ്ചാമത്തേത് PB. യെസ്, കിട്ടിയില്ലേ? കിട്ടിയോ? ഇനി 2⁻30 ബൈറ്റ്സ് ഇസ് ഈക്വൽ ടു ഡാഷ്. യെസ്, മനസ്സിലായോ? കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2⁻30 ബൈറ്റ്സ്, 2⁻30 മൂന്നാമത്തെയാണ് KMG, ജിഗാബൈറ്റ് 1 GB എന്ന് എഴുതാം. യെസ്, അപ്പോ ഈ 2⁻ പവറിൽ ചോദിച്ചു കഴിഞ്ഞാലും കിട്ടണം. 1024 ഇത്ര എന്ന് പറഞ്ഞ് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ കിട്ടണം. ഇത് അതിന്റെ അഡ്വാൻസ് ലെവലാണ്. ചില പരീക്ഷകളിൽ, ഡിഗ്രി ലെവൽ പരീക്ഷയിലൊക്കെ PSC പയറ്റിയിട്ടുണ്ട്. യെസ്, അതും നമ്മൾ പ്രതീക്ഷിക്കണം, കേട്ടോ. നമ്മൾ ഇവിടെ മാക്സിമം ആണ് കാണുന്നത്, കേട്ടോ. മാക്സിമം കണ്ടു പഠിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഏതറ്റം വരെയും നമുക്ക് പോകാൻ വേണ്ടി പറ്റണം. ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് കഴിഞ്ഞ പരീക്ഷയിലെ ചോദ്യപേപ്പർ വളരെ സിമ്പിൾ ആയിരുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ സിമ്പിൾ ലെവലിൽ പഠിച്ചു പോയി എക്സാം ടഫ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയൂലേ, അല്ലെ? നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കായിരുന്നു എന്ന് പറയൂലേ? അപ്പോ നമ്മൾ എക്സ്ട്രീം ആണ് പഠിക്കുന്നത്. ഏത് പരീക്ഷയ്ക്കും നമുക്ക് എന്ത് ചെയ്യണം? നല്ല മാർക്ക് സ്കോർ ചെയ്യണം. അതിന് നമ്മളിപ്പോ നല്ല സമയമുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകാം. നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും. പിന്നെ ചിലർക്ക് പെട്ടെന്ന് അങ്ങ് കത്തണമെന്നില്ല. പ്രത്യേകിച്ചും ടൈപ്പിസ്റ്റ് ബാച്ചിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. കുറെ കാലമായിട്ട് ബുക്കൊന്നും ആയിട്ട് ഒരു പരിചയമില്ലാത്ത ആളുകളെ 10 വർഷത്തിന് ശേഷം, പണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ടൈപ്പ് റൈറ്റർ എടുത്താണ്, പിന്നെ ഇപ്പൊ 2 മക്കളൊക്കെ ആയിപ്പോ ജോലിക്കൊരു താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ടും കുറെ പേര് വരുന്നുണ്ട്. അവർക്കൊക്കെ ചിലപ്പോൾ ഇത് പെട്ടെന്ന് കത്തണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ കത്തിച്ചേ മതിയാവുള്ളൂ. ജോലി കിട്ടൽ നമ്മുടെ ആവശ്യമാണ്, കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ ആ കാര്യങ്ങൾ ക്ലിയർ ആണ്.
ഏറ്റവും ചെറിയ യൂണിറ്റ് ബിറ്റ് 0 1 എന്ന് പറയുന്ന 2 ബിറ്റുകളുണ്ട്. 4 ബിറ്റിന്റെ കോമ്പിനേഷൻ നിബിൾ, 8 ബിറ്റിന്റെ കോമ്പിനേഷൻ ബൈറ്റ്, 1024 ബൈറ്റ് ഒരു KB, പിന്നെ 1024 KB, MB, GB, TB, KMGT, പെസി ആയിട്ട് പോവും. 2⁻10⁻20 എന്നുള്ള രൂപത്തിലും നമുക്ക് പഠിച്ചു വെക്കാം. അത്രയും കാര്യങ്ങൾ നമ്മളിപ്പോ പഠിച്ചു. ഓക്കെ. ഇനി PSC കുറച്ചൊരു അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഇന്റർമീഡിയറ്റ് ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ആൻസർ എന്താണ്? ഡാഷ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1 ബില്യൺ ബൈറ്റ്സ്. 1 ബില്യൺ ബൈറ്റ്സ്. അതിന് മുന്നേ നിങ്ങൾക്ക് ഞാനൊരു ക്ലൂ തരാം കേട്ടോ. അതായത് ക്ലൂ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഇതിന്റെ ആൻസർ പറയണേ കേട്ടോ. അതായത് 1024 നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1000 എന്ന് പറയാം. മീൻസ് 10⁻³ എന്ന് പറയാം. അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ 2⁻10 ആണ്. പക്ഷെ നമ്മള് 10ന്റെ പവറിൽ എഴുതുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് 1000 ആണെന്ന് പറയാം. 1024 1024 1000 ആയിട്ട് പറയാം. ആ ഒരു ക്ലൂ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട്, പറഞ്ഞ ക്ലിയർ ആയോ? ആ ഒരു ക്ലൂ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. 1 ബില്യൺ ബൈറ്റ്സ്, കിലോബൈറ്റ്, ടെറാബൈറ്റ്, ജിഗാബൈറ്റ്, മെഗാബൈറ്റ്. ഇതിന് ആൻസർ പറയുന്ന ആളുകൾക്ക് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. KB ആണ്, ഉറപ്പാണ്. ഒരു ഒറ്റ തവണ ഇതാക്കാൻ പറ്റുള്ളൂ. അതുല്യ എല്ലാരും കിലോബൈറ്റ് ആണല്ലോ പറയുന്നത്. എങ്ങനെയാ കിലോബൈറ്റ് കിട്ടുന്നതെന്ന് കൊണ്ടൊന്ന് പറയണേ. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാരും കിലോബൈറ്റും പറയാൻ സാധ്യതയുണ്ട്. കിലോബൈറ്റ് അല്ല. ഓക്കെ, ഒന്നുകൂടി ആലോചിച്ച് പറഞ്ഞാൽ മതി. യെസ് ആൻസേഴ്സ് വരുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ കിലോബൈറ്റ് പറഞ്ഞത്? ആദ്യം നമുക്ക് അറിയേണ്ടത് ബില്യണിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് അറിയാം. ബില്യണിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് അറിയണ്ടേ? ബില്യണിൽ എത്ര പൂജ്യം ഉണ്ട് പറ. 1 മില്യനും 1 ബില്യനും ഒക്കെ യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഒരു ബില്യണിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ. ഇത് 3 പൂജ്യമാണ്. ഇത് 1000 ആണ് അല്ലെ? 1000. ഓക്കെ, ഇത് 1000 ആണ്. ഇത് 1000 ആണ്. അതായത് 10⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ആണ്. ഇനി 3 6 പൂജ്യം ഉണ്ടെങ്കിലാണ് ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാലാണ് 1 മില്യൺ ആവുക. മില്യൺ. ഓക്കെ, അതായത് 10⁻³ അല്ല, 10⁻6 ആണ് എന്ത്? ഒരു മില്യൺ. ഓക്കെ, ഇത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ പല കേസുകളിലും പല കാര്യങ്ങളിലും ഇത് ഉപയോഗിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് കേട്ടോ. യെസ്, ഇത് ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കരുത്. ഇതിന്റെ മാക്സിമം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിന്റെ എക്സ്ട്രീം ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പൊ മനസ്സിലാവും. ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. കൃത്യമായിട്ട് ഇപ്പൊ മനസ്സിലാവും കേട്ടോ. നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. ചിലർക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ, ആ തുടക്കക്കാർക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. പക്ഷെ ഇപ്പൊ സെറ്റ് ആക്കി തരാം. ഒരു 5 മിനിറ്റ് നിങ്ങൾ തന്നാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിയേ. യെസ്, 1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷമാണ്. പലപ്പോഴും 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിനെയാണ് 1 മില്യൺ എന്ന് പറയുന്നത്. 10⁻², അതായത് 6 പൂജ്യം ഉണ്ടാവും അതിനകത്ത്. 1 2 3 4 5 6 കേട്ടോ. യെസ്, അതായത് 10 ലക്ഷമാണ് ഒരു മില്യൺ എന്ന് പറയുന്നത്. 10⁻6 ആണ് ഒരു മില്യൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ബില്യണിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് അറിയോ? 3. അതായത് 100 കോടിയാണ് അല്ലെ? യെസ്, 3 ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി 100 കോടി 100 കോടിയാണ് എന്ത്? 100 CR ആണ് ഒരു ബില്യൺ എന്ന് പറയുന്നത്. 1 ബില്യൺ. ഇത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, എപ്പോഴും ആവശ്യമുള്ളതാണ്. ദാറ്റ് മീൻസ് 10⁻9 ആണ് ഒരു ബില്യൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? അതായത് ചോദ്യത്തിൽ ഉത്തരത്തിലേക്ക് ഞാൻ വന്നിട്ടില്ല. ഇത് ക്ലിയർ ആണോ?
ഇത് ക്ലിയർ ആണോ? യെസ്, അതായത് 1000 പിന്നെ ഒരു മില്യൺ എന്ന് പറയുന്നത് 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻3, ഒരു മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻6, ഒരു ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻9 എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, 2⁻10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു? 1024 അല്ലെ? 1024. ഇതിനെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1000 എന്ന് പറയാം, അതല്ലെങ്കിൽ 10⁻3 എന്നും പറയാം. ഇത്രയും ബൈറ്റ് ആണ് എന്ത്? യെസ്, ഒരു കിലോ ബൈറ്റ് അല്ലേ? 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 യെസ്, അതായത് 2⁻10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024, അപ്രോക്സിമേറ്റ്ലി 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻3, അതാണ് ഒരു കിലോ ബൈറ്റ്. ഇപ്പോ കുറച്ച് ആളുകൾക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് അല്ലെ? ഇനി രണ്ടാമത്തെ എടുത്തു, 2⁻20 ബൈറ്റ്സ് എടുത്തു. 2⁻20 ബൈറ്റ്സ് എടുത്തു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 × 1024 അല്ലെ? യെസ്, അത് അപ്രോക്സിമേറ്റ്ലി 1000 × 1000. 1000 × 1000 എന്ന് പറയുന്നതാണ് 6 പൂജ്യമുള്ള 1000, അതായത് 10⁻6 1 ബില്യൺ. അതപ്പോ ഒരു MB ആയിട്ട് എഴുതിക്കൂടെ നമുക്ക്? ഓക്കെ, എഴുതിക്കൂടെ? യെസ്, എഴുതിക്കൂടെ കേട്ടോ? ഓക്കെ, കിട്ടിയില്ലേ? അതായത് 2⁻10 എന്ന് പറയുന്നത് 1024, അപ്രോക്സിമേറ്റ്ലി 1000, 10⁻3. ഇനി അടുത്തത് 2⁻20 എന്ന് പറയുന്നത് എന്താണ്? 1000 × 1000 ആണ്, അതായത് 6 പൂജ്യം വേണം, 10⁻6. അത് നമുക്ക് ഒരു MB ആയിട്ട് എഴുതാം, കാരണം 2⁻20 ബൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു MB ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തതിലേക്ക് വരുമ്പോഴോ, 2⁻30 ബൈറ്റ്സിലേക്ക് വരുമ്പോഴോ, അപ്പോഴാണ് നമ്മളെ 10⁻6 ഉള്ളത് 9 ആക്കേണ്ടത്. അപ്പോഴാണ് എന്ത്? ഒരു GB ആയി മാറുന്നത്, അടുത്തതിലേക്ക് പോകുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ? അതായത് അപ്രോക്സിമേറ്റിന്റെ കണക്ക് വെച്ചിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇത്ര മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കുക. 2⁻10, 10⁻3 അപ്രോക്സിമേറ്റ് ആണ് ഒരു KB. ഓക്കെ, യെസ്, 2⁻20 10⁻6 ആണ് ഒരു MB. ഓക്കെ, 2⁻30 എന്ന് പറയുന്നത് 10⁻9 ആണ് ഒരു GB. 2⁻40 എന്ന് പറയുന്നതാണ്, ഇനി അടുത്തത് 10⁻12 ആവും, അതൊരു TB ആവും. അപ്പൊ ഈ ഒരു കോളം മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇവിടെ 2ന്റെ പവർ 10, 20, 30, 40, 50, 60, 70, 80 kmgt/s ആണെങ്കിൽ 10⁻ പവറിൽ 3, 6, 9, 12, 15 S എന്നുള്ള രൂപത്തിൽ അങ്ങനെ എഴുതാം. KB kmgt/s എന്നുള്ള രൂപത്തിലും പോകാം. യെസ്, ഓക്കെ. എത്ര പൂജ്യമുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് കേട്ടോ. 10⁻6 ആണ് എഴുതുക, 5 അല്ല, 10⁻6 ആണ് എഴുതുക കേട്ടോ. യെസ്, ഇവിടെ നോക്കിയാൽ നിങ്ങൾ 1 കൂട്ടൂലല്ലോ ദീപ, 1 നമ്മൾ അതിനകത്ത് കൂട്ടൂലല്ലോ. യെസ്, എത്ര 0 ഉണ്ട് എന്നുള്ളതല്ലേ. ഇപ്പൊ 10⁻3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻3 1000നെ നമുക്ക് 10⁻3 എന്ന് എഴുതാം. 0ന്റെ എണ്ണയെ കൂട്ടുള്ളൂ, 1 കൂട്ടൂല കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ 6 പൂജ്യമാണ് ഒരു മില്യൺ, 10⁻6. യെസ്, അതാണ് ഇവിടെ MB ആയി മാറുന്നത്. 9 പൂജ്യമാണ് ഒരു ബില്യൺ, 10⁻9 ഒരു GB. 12 ആണെങ്കിൽ അവിടെ ഇതും വരും. അപ്പൊ 2⁻ന്റെ പവറിലാണോ? ഇത്ര മാത്രം ആലോചിച്ചാൽ മതി, വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല. ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. 10, 20, 30, 40, 50, 60, 70 എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ kmgt/s. 10⁻, അപ്രോക്സിമേറ്റ് 10⁻3, 6, 9, 12, 15 എന്ന് പറഞ്ഞ ഓർഡറിൽ എഴുതുന്ന സമയത്തും kmgt/s. ക്ലിയർ? ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. ഇത് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി ഇതിനകത്തുനിന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും യെസ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് തന്നെ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. റെഡി റെഡി റെഡി? യെസ്, റെഡി അല്ലേ? 2⁻40 is equal to, approximately equal to 10⁻⁻. നിങ്ങൾ പറ. 2⁻40 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 10⁻ എത്രയാണ്? പറ. ഒന്നാമത്തെ ചോദ്യം 2⁻40. നാലാമത്തെയാണ് 3, 6, 9, 12. കിട്ടൂലേ? യെസ്, 12 കിട്ടിയില്ലേ?
യെസ് 10⁻12 അല്ലെ? യെസ് 11 വരില്ല. അതായത് ഇത് ഇങ്ങനെയുള്ളൂ. 3ന്റെ ഗുണിത 1000ന്റെ ഗുണിതങ്ങളാണ്. 3 6 ഗുണനപ്പട്ടിക ഞാൻ പഠിക്കും. 1 3 3 2 3 6 3 9 4 12 15 18 21 24 27 30 ഇങ്ങനെ പോകുള്ളൂ കേട്ടോ. ഓക്കെ യെസ്. അപ്പൊ അത് കിട്ടി. ഇനി 2�6 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 അല്ല കേട്ടോ, 60 പറ. 6 ഇൻറ്റു 3 ചെയ്താൽ മതി. ഈ 0 ഒഴിവാക്കി ഇൻറ്റു 3 ചെയ്താൽ മതി. 6 3 18 ഇത്ര ഉള്ളൂ കേട്ടോ. ഓക്കെ ഇനി 2⁻30 ബൈറ്റ്സ് ഇസ് ഈക്വൽ ടു ഡാഷ്. എന്താണ് ഇവിടെ വരുന്നത്? 2⁻30 ബൈറ്റ്സ്. 2⁻30 മൂന്നാമത്തെ KMG 1 GB കിട്ടൂലേ? മീൻസ് ഞാൻ 10⁻ പവർ അല്ല ചോദിച്ചത്, ഓപ്ഷനും കൂടെ തരണമായിരുന്നു അല്ലെ? യെസ്. ഇനി 2⁻30 ബൈറ്റ്സ് ഇസ് ഈക്വൽ ടു 10⁻ അപ്രോക്സിമേറ്റ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? 10�9 കറക്റ്റ് ആണ് കേട്ടോ. 1 GB ആണ്, 10�9 ആണ്. കിട്ടിയോ? ഇനി ഞാൻ ഒരു ഓപ്ഷൻ ഉള്ള ചോദ്യം ചോദിക്കട്ടെ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യം കമന്റ് ചെയ്യണ്ട. ഞാൻ ഒരു ഓപ്ഷൻ ഉള്ള ചോദ്യം ചോദിച്ചിട്ട് ആലോചിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. 2⁻50 bytes is equal to option A ഒരു GB, ഒരു TB, ഒരു TB, ഒരു KB. 2⁻50 bytes is equal to dash. 2⁻50 bytes is equal to dash. Yes, 2⁻50 bytes എന്താണ്? 2⁻50 bytes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഞ്ചാമത്തെയാണ്. എഴുതി നോക്കുക. KMGTP അല്ലെ? അഞ്ചാമത്തേത് PB PESI. ഇനി ഇത് 2⁻50 bytes is equal to approximately 10ന്റെ പവറിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിട്ട് എഴുതാം? I3 15 അല്ലെ? 10⁻15 bytes എഴുതി കൂടെ? യെസ്, കാര്യം പിടികിട്ടി അല്ലെ? കാര്യം പിടികിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ക്ലാസ് ഒന്നും കൂടെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് വിചാരിച്ചോട്ടെ. യെസ്. അപ്പൊ മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? ബിറ്റ് ആണ്. 0 1. 4 ബിറ്റുകളുടെ കോമ്പിനേഷൻ എന്ത് വിളിക്കും? പെട്ടെന്ന് കമന്റ് ചെയ്യൂ. കമന്റ് ബോക്സിൽ തല്ലി പൊട്ടിക്കൂ. 4 ബിറ്റിന്റെ കോമ്പിനേഷൻ എന്ത് വിളിക്കാം? നിബിൾ എന്ന് വിളിക്കാം. 8 ബിറ്റിന്റെ കോമ്പിനേഷൻ എന്ത് വിളിക്കാം? ഒരു ബൈറ്റ് എന്ന് വിളിക്കാം. 1024 ബൈറ്റോ? 1024 ബൈറ്റ് ആണ് ഒരു KB. 1024 KBയോ? 1024 KB അതൊരു MB. അത് KMGT PESI ആ ഓർഡറിൽ ഞങ്ങൾക്ക് അറിയാം. 2⁻2ന്റെ പവറിൽ എങ്ങനെയാണ് എഴുതേണ്ടത്, 10⁻2ന്റെ പവറിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യവും വെൽ സെറ്റ് ആണ്. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ കുറച്ച് പോൾ ഇടാം കേട്ടോ. ഇന്നല്ല, നാളെ ഒന്ന് ആലോചിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ആക്കിയിട്ട് എന്ത് ചെയ്യാം. അപ്പൊ 1 മില്യണിലെ 6 പൂജ്യം ഉണ്ടാവുന്നു, 1 ബില്യണിലെ 9 പൂജ്യം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. 10⁻6ഉം 10⁻9ഉം ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതറിയാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഉത്തരം എഴുതാൻ വേണ്ടി എക്സാം ഹാളിൽ പറ്റണമെന്നില്ല കേട്ടോ. യെസ്, അപ്പൊ അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാല് ഈ ഒരു യെസ് ഇതിപ്പോ മായ്ക്കണമെങ്കിൽ ഞാൻ എടുത്ത് മായ്ക്കണം. നോക്കി, നിങ്ങൾ ട്രില്യനും ബില്യൺ കഴിഞ്ഞ അതിന്റെ അപ്പുറത്തേക്കും ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുമോ എന്നല്ലേ ചിലർ ചിന്തിക്കുക. ചിലർ 10 കൊല്ലം മുന്നേ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ PSC പരീക്ഷ ചെയ്തിട്ടുണ്ടാവുക. PSC മാറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കഴിഞ്ഞ ഓഗസ്റ്റ് 12 ഇത്രയൊന്നും ലെവൽ ചോദിച്ചില്ല. അതുകൊണ്ട് ഇക്കൊല്ലം ഇങ്ങനെ ചോദിക്കുന്ന നിർബന്ധമൊന്നും ഇല്ലല്ലോ കേട്ടോ. ഇതിനകത്ത് നിബിളും ബൈറ്റും പിന്നെ 1024 KB MB GB ഇത്രേ PSC ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ നല്ല പരീക്ഷയ്ക്ക് ഈ പറയുന്ന ബില്യൺ ബൈറ്റ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതും കൂടി നമ്മൾ സെറ്റാക്കി വെച്ച് റെഡിയാക്കി പോണം. എന്നാലല്ലേ നമുക്ക് ജോലി കിട്ടുള്ളൂ കേട്ടോ. യെസ്, ചിലപ്പോ PSCനെ നമുക്ക് നമ്പാൻ പറ്റൂല, നമ്പാൻ മുടിയാതെ. PSCനെ നമുക്ക് എന്തും പ്രതീക്ഷിക്കാം. ചിലപ്പോൾ നമ്മൾ സിമ്പിൾ ആയിരിക്കും വിചാരിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടഫായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം വാട്ടർ അതോറിറ്റി ഒക്കെ ഞാൻ നല്ല ടൈറ്റ് ആവും വിചാരിച്ചതാ, സ്പെഷ്യൽ ടോപ്പിക്. പക്ഷെ വലിയ ടൈറ്റ് ഒന്നും ഇല്ലായിരുന്നു അല്ലേ. അപ്പൊ അത് എന്ത് സംഭവിക്കാം, നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
അപ്പൊ ഇതും കൂടി ഒന്ന് നോക്കി കഴിഞ്ഞാൽ സെറ്റായി. അപ്പൊ 1 മില്യണിൽ നോക്കിയാൽ നിങ്ങൾ 6 പൂജ്യമാണ്, 1 ബില്യണിലാണെങ്കിൽ 9 പൂജ്യമാണ്. ഇനി ട്രില്യൺ 12 ഇല്ലേ, കുറഞ്ഞിട്ടില്ലല്ലോ, ഇത് 12. ഇനി ക്വാഡ്രില്യൺ ആണെങ്കിൽ 15 പൂജ്യം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അതും മനസ്സിലാക്കി വെക്കാം. ഇത്തരത്തിലെല്ലാം വിശദമായി പഠിച്ചു പോകാനുള്ള പല ബാച്ചുകൾ നമുക്കുണ്ട്. ഹൈക്കോർട്ട് പരീക്ഷ ഏകദേശം മെയ് ജൂണിലായിട്ട് നടക്കും, ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് അല്ലേ, അതിന് മാത്രമായിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ബാച്ച് നമുക്കുണ്ട്. ഇനി കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ പരീക്ഷകൾ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. ഇനി 2025 നടക്കാൻ പോകുന്ന ടൈപ്പിസ്റ്റിന്റെ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ടോട്ടൽ ലോങ് ടേം ബാച്ച് നമുക്കുണ്ട്. അതിൽ ഹൈക്കോർട്ട് കൂടി ഇൻക്ലൂഡഡ് ആണ്. ഒപ്പം തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറുടെ കോഴ്സ് നമുക്കുണ്ട്. ഡിഗ്രി ലെവൽ ആണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI, ഇതിന്റെയൊക്കെ സ്പെഷ്യലൈസ്ഡ് ബാച്ചുകൾ ഈ ഡിഗ്രി ലെവൽ ആണെങ്കിൽ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ അടക്കം നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സിന്റെ മാത്രം കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് അത് മാത്രം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് +2 ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, CPO, ഫയർമാൻ, CEO പരീക്ഷകൾ, ഫയർ വുമൺ, അതുപോലെ തന്നെ വുമൺ CPO, ഇതിനൊക്കെ വേണ്ടി നോക്കുന്ന ആളുകൾക്ക് സെല്യൂട്ട് എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്. അതിൽ തന്നെ സ്പെഷ്യൽ ടോപ്പിക് മാത്രമാണെങ്കിൽ IRBയുടെയും CPOയുടെയും CEOയുടെ ഒക്കെ സ്പെഷ്യൽ ടോപ്പിക് മാത്രം, ഫയർമാൻ്റെ ഒക്കെ സ്പെഷ്യൽ ടോപ്പിക് മാത്രമാണെങ്കിൽ അതിന്റെ ബാച്ച് നമുക്കുണ്ട്. ഇനി 10th ലെവൽ ആണെങ്കിൽ ഇപ്പൊ പ്രിലിംസ് നടന്നു അല്ലേ, ഇനി മെയിൻസിന്റെ ക്ലാസ്സുകളും അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ക്ലാസ്സുകളും അടക്കമുള്ള 10th ലോങ് ടേം ബാച്ച് നമുക്കുണ്ട്. വെറും 1499 രൂപയാണ് 10th മെയിൻസിന്റെ എല്ലാ ക്ലാസ്സുകളും, അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന 2025 ഡിസംബർ വരെ വാലിഡിറ്റി ഉള്ള കോഴ്സിന് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ്. എല്ലാ കോഴ്സുകളും ഈ പോസ്റ്ററിലുള്ള എമൗണ്ട് നിങ്ങൾ നോക്കേണ്ട, ഓഫർ പ്രൈസിൽ ജോയിൻ ചെയ്യാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. താങ്ക്